بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനും സുഖാണ്. എനിക്കും സുഖാണ്, അൽഹംദുലില്ലാ. ഓക്കെ, നിങ്ങളുടെ റിവിഷൻ നല്ലപോലെ നടക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓൾമോസ്റ്റ് ബുക്ക് കഴിഞ്ഞു. ഇൻഷാ അല്ലാ ഇത് കഴിഞ്ഞാൽ ചെറിയൊരു റിവിഷൻ ചെയ്തിട്ട് നമ്മൾ ബുക്ക് ഫിനിഷ് ചെയ്യും കേട്ടോ. ഇൻഷാ അല്ലാ കുറച്ച് ആയത്തുകളും ഒക്കെ നോക്കിയിട്ട് ഇൻഷാ അല്ലാ. ഓക്കെ, നമ്മൾ മംനൂമിന സർഫാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തറോ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മംനൂമിന സർഫ് ആണോ? ഓക്കെ, അൽഹംദുലില്ലാ. എല്ലാ കാറ്റഗറീസും നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? നമ്മൾ ഈ ലെസണിൽ വളരെ ഷോർട്ട് ലെസൺ ആണ്, 22ഉം 23ഉം. നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെ ഉള്ളൂ. അതിനകത്ത് പുതിയതായിട്ടൊന്നുമില്ല. മംനു മിന സർഫ് ഞാൻ ഓരോന്ന് കാണുമ്പോൾ നിങ്ങളോട് ചോദിക്കും എന്താണ് അല്ലെങ്കിൽ മംനു മിന സർഫ് ആവാനുള്ള കാരണം അല്ലെങ്കിൽ കാരണങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് പറയാൻ പറ്റണം. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ മംനു മിന സർഫ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? മാറ്റത്തിൽ നിന്ന് തടയപ്പെടുന്നത് അല്ലെങ്കിൽ ചേഞ്ചിൽ നിന്ന് ഫോർബിഡ് ചെയ്യപ്പെടുന്നത്, പ്രിവെന്റ് ചെയ്യപ്പെടുന്നത് മംനുമിന സർഫ് തൻവീൻ എടുക്കില്ല എന്നുള്ളതും നിങ്ങൾക്കറിയാം. ഇനി നമ്മൾ ഏതൊക്കെ കാറ്റഗറി എന്നുള്ള രീതിക്ക് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഈ ബുക്കിൽ നിങ്ങൾക്ക് തരുന്നതിലും കൂടുതൽ വിവരമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഈ ബുക്കിൽ നിങ്ങൾ നോക്കിയാൽ വളരെ ഒരു ചെറിയൊരു ലിസ്റ്റ് പോലൊരു ഇതാണ് തന്നേക്കുന്നത്. അത് നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാം. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് കാരണങ്ങൾ സഹിതം നമ്മൾ പഠിച്ചേക്കുന്നത്. അപ്പം മംനു മിന സർഫ് ഒരു കാരണം കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒറ്റ കാരണം മതി അതിന് മംനു മിന സർഫ് ആകാൻ. അങ്ങനെ എത്ര കാറ്റഗറീസ് ഉണ്ട്? ഒറ്റ റീസൺ കാരണം ഉണ്ടാവുന്ന മംനു മിന സർഫ് എത്ര തരങ്ങൾ? രണ്ട്. ഏതൊക്കെയാണ് ആ രണ്ട്? ഒന്ന് അലിഫ് താനീസ് അല്ലേ? അലിഫ് താനീസും അത് അലിഫ് താനീസ് ഏതൊക്കെയാണ്? അലിഫ് താനീസ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ നോക്കുന്നത്? ഫെമിനിനെ സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ അത് മുഅന്നസ് ആണെന്ന് സൂചിപ്പിക്കാൻ വരുന്ന അലിഫ് ഏതൊക്കെ തരമാണ്? അലിഫ് മക്സൂറയും അലിഫ് മംദൂദയും. ഓക്കെ, ഇനി രണ്ടാമത്തത് ഏതാണ്? ഒറ്റ കാരണം കൊണ്ട് മംനു മിന സർഫ് ആകുന്ന രണ്ടാമത്തെ കാറ്റഗറി ഏതാണ്? ഉം. മഫാഇലു, മഫാഇലു. ഓക്കെ, മഫാഇലു, മഫാഇലു ജമ തക്സീർ ആണ്. അതിനൊരു പേരും നിങ്ങൾ പഠിച്ചിരുന്നോ? പേര് ഓർമ്മയുണ്ടോ? ആ രണ്ട് രൂപങ്ങൾക്ക് പറയുന്ന പേര് ജമ മുത്തനാഹി. അൽഹംദുലില്ലാ. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ജമ മാത്രമല്ല, ആ രൂപം എടുക്കുന്ന മുഫ്രദ് നാമങ്ങളും ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ജമ സോറി മുത്തനാഹി പാറ്റേൺസ് അല്ലെങ്കിൽ രൂപങ്ങൾ എന്നുള്ളത് മനസ്സിൽ വെക്കുക. അത് ജമ ആകാം അല്ലെങ്കിൽ മുഫ്രദും ആകാം. ഓക്കെ, ഇനി രണ്ട് കാരണങ്ങൾ കൊണ്ടുവരുന്ന മംനു മിന സർഫ് എത്ര കാറ്റഗറി ഉണ്ട്? രണ്ട് കാരണങ്ങൾ വേണം.
രണ്ട് കാരണങ്ങളാൽ വരുമ്പോൾ നിങ്ങൾ ആദ്യമേ പറയേണ്ട രണ്ടെണ്ണമാണ്. ഒന്ന് അലമും ഒന്ന് വസ്ഫും. അലമിന്റെ കീഴിൽ ആറും വസ്ഫിന്റെ കീഴിൽ യെസ്, അതും കറക്റ്റ് ആണ് കേട്ടോ. ജമ്മുത്തനഹിയും കറക്റ്റ് ആണ്, ഓക്കെയാണ്. യെസ്, അലമിന്റെ കീഴിൽ ആറും വസ്ഫിന്റെ കീഴിൽ മൂന്നും. അതങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, ആലമിന്റെ കീഴിൽ വരുന്ന ആറെണ്ണം ഏതൊക്കെയാണ്? ആലം വ മുഅന്നസ് ഒരെണ്ണം. ഓക്കെ, അടുത്തത് അലം വ ആജമിയുൻ. അടുത്തത് അലം വ ഫു അലു ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് നമ്മളൊരു പേരും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നില്ലേ? എന്താണ് ഫു അലു? മഅദൂലാണ്. യെസ്, അലം വ മഅദൂൽ. അതിന്റെ പാറ്റേൺ ഫു അലു. അതിന് അറബിയിൽ പറയുകയാണെങ്കിൽ അലം വ മഅദൂൽ വസ്നുഹു ഫു അലു. വസ്ൻ എന്ന് വെച്ചാൽ രൂപം അല്ലെങ്കിൽ സ്കെയിൽ, പാറ്റേൺ എന്നാണ്. അപ്പൊ അതിന്റെ പാറ്റേൺ ഫു അലു എന്നുള്ള രീതിക്ക് നമുക്ക് പറയാം. അലം വ മഅദൂൽ വസ്നുഹു ഫു അലു. ഓക്കെ, അടുത്തത് നാലാമത്തെ അലം വ അലിഫ് നൂൻ ആനു. അതിനെ നമുക്ക് അറബിയിൽ പറയുകയാണെങ്കിൽ തൻതഹി ഫി ആൻ എന്നൊക്കെ നമുക്ക് പറയാം. അവസാനിക്കുന്നത് ആനിൽ നിന്നുള്ളത്. യെസ്. അടുത്തത് അഞ്ചാമത്തെ അലം ഫെയിലാണ്. പാറ്റേൺ ഓഫ് ഫെയിൽ എന്നുള്ള രീതിക്കാണ്. അപ്പൊ അതിനെങ്ങനെ അറബി പറയാം നിങ്ങൾ? അലം ഓൺ ദ പാറ്റേൺ ഓഫ് ഫെയിൽ. അലം വാല വസ്നിൽ ഫെയിലി എന്ന് പറയും. വസ്നാണ് ആ വാക്ക്. ഓക്കെ, അലം വ അല വസ്നിൽ ഫെയിലി. ഫെയിലിന്റെ രൂപത്തിൽ കാണുന്നത്. നിങ്ങൾ അഫ്അലു എന്ന് പഠിക്കാതെ ഫെയിലിന്റെ രൂപം എന്ന് തന്നെ പഠിക്കുക കേട്ടോ. ഫെയിലിന്റെ ഏത് രൂപങ്ങളും എടുക്കാം. അഫ്അലു ആണ് നിങ്ങൾ കൂടുതൽ പരിചയമുള്ളതാണെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. ഓക്കെ, ആറാമത്തത് കോമ്പൗണ്ട്, മുറക്കബ് ആണ്. കോമ്പൗണ്ട് അറബി മുറക്കബ്. മുറക്കബ് നാമങ്ങൾ അലം പോൽ മുറക്കബ് എന്ന് പറയാം. ഓക്കെ. ഓക്കെ, അൽഹംദുലില്ല. ഇനി വസ്ഫിന്റെ മൂന്ന് കാറ്റഗറീസ് പറഞ്ഞ മൂന്ന് കേസസ്. വസ്ഫ് വ വസ്നുഹു അഫ്അലു. ഓക്കെ, വസ്ന അഫ്അലു എന്ന് പറഞ്ഞാലും മതി. പാറ്റേൺ എന്നുള്ള രീതിക്ക് നിങ്ങൾ പറയാം അഫ്അലു രൂപം എടുക്കുന്നത്. ഓക്കെ, അടുത്തത് വസൻ ഫഅൽ. ഫഅലാനു. ഓക്കെ, ഫഅലാനു പാറ്റേൺ എടുക്കുന്നത്. പിന്നെ മൂന്നാമത്തത് മാദൂലാണ്. ഏതൊക്കെയാണ് മാദൂൽ രൂപങ്ങള്? വസ്ഫ്. യെസ്, വസ്ഫ് മാദൂലാണ്. ആ മാദൂൽ രൂപങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെയാണത്? കാറ്റഗറി പറയൂ. കറക്റ്റ് ആയിട്ട് പറയാം. രൂപങ്ങൾ ഫുആലു. ഫുആലു എന്താണ് ഫുആലു? ഏത് വാക്കും ഫുആലു ആയിട്ട് വന്നാൽ മതിയോ? ഫുആലു മഫാലു എന്താണ്? എന്താണ് നിങ്ങൾ അതിൽ ഫുആലു മഫാലു ആയിട്ട് കാണാൻ ഉദ്ദേശിക്കുന്നത്? ഏത് നാമങ്ങളും ഫുആലു മഫാലു പാറ്റേണിൽ വന്ന മാദൂൽ വസ്ഫായിട്ടാണോ നിങ്ങൾ കാണാൻ പോകുന്നത്? നമ്പേഴ്സ് ആണ്, അതതാണ്.
അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളിപ്പോ നമ്മള് മഅദൂൽ എന്ന് പറയുന്നത് ഫുആലു മഫാലു പാറ്റേണിൽ വരുന്ന അതതുകളാണ്, നമ്പേഴ്സിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അതേപോലെ അടുത്തത് ഏതാണ്? ഒരെണ്ണം കൂടി ഇല്ലേ? ഉഹറു. ഉഹറു എന്നുള്ള വാക്ക് അല്ലെങ്കിൽ നാമം ആണ് രണ്ടാമത്തത്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഫുആലു മഫ്ആലു ഒരുമിച്ച് പഠിച്ച് വെക്കാം. അത് നമ്പർ ആണെന്നും മനസ്സിലാക്കി വെക്കാം. ഓക്കെ. അൽഹംദുലില്ലാ. ഓക്കെ. അപ്പൊ റെഡി അല്ലേ? ഇനി നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറയില്ലേ ഓരോന്ന് എന്തൊക്കെയാണെന്നുള്ളത്? സ്റ്റാർട്ട് ചെയ്യാം. ബിസ്മില്ല. അനാലിസിസ് വളരെ എളുപ്പമായിരിക്കും കേട്ടോ. ഇതൊന്ന് ഞാൻ പറ്റുന്ന പോലെ പറഞ്ഞു പോകാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. ഇൻഷാ അല്ലാ. അതിനകത്ത് ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എല്ലാം നിങ്ങൾ അനലൈസ് ചെയ്ത് തറവാക്കി വെച്ചേക്കുന്നത് തന്നെയാണ്. അതിനകത്ത് പുതിയതായിട്ടൊന്നുമില്ല. മമ്നു മിന സർഫിന്റെ റൂൾസ് മാത്രം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. ഹാമിദുൻ ത്വബീബുൻ ജുംല ഇസ്മിയ. ഹാമിദുൻ മുബ്തദ ത്വബീബുൻ ഖബർ. ഹാമിദ് ഈസ് എ ഡോക്ടർ. ഹാമിദ് ഒരു ഡോക്ടറാണ്. ക്ലിയർ അല്ലേ? അതിലെന്തെങ്കിലും മമ്നു മിന സർഫ് ഉണ്ടോ? രണ്ട് വാക്കുകളില് രണ്ടും മസ്റൂഫാണ്. ഓക്കെ. زوجته مدرسة. زوجة مبتدأ ومضاف، هو مضاف إليه، مدرسة خبر. അതും ക്ലിയർ അല്ലേ? ഹിസ് വൈഫ് ഇസ് എ ടീച്ചർ. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു അധ്യാപികയാണ്. അതും ക്ലിയർ അല്ലേ? ഇസ്മുഹ ആമിനതു. اسم مبتدأ ومضاف، ها مضاف إليه، آمنة خبر. Her name is ആമിന. അവരുടെ പേര് ആമിന എന്നാണ്. ഓക്കെ. ഇതിലെന്തെങ്കിലും ഉണ്ടോ? ആമിനത്തു. ഓ, എന്താണ് ഫുൾ ആയിട്ട് വരുന്നത്? ഓക്കെ. ആമിനത്തു ഇല്ലേ? എന്താണ് ആമിനത്തു? ആമിനത്തു മമ്നു മിന സർഫ് ആവാനുള്ള കാരണം? ആലം വ മുഅന്നസ് അല്ലേ? രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ആ രണ്ട് കാരണങ്ങൾ ഒന്ന് ആലമും ഒന്ന് മുഅന്നസുമാണ്. ക്ലിയർ അല്ലേ? ഹാമിദുൻ ലഹു അർബഅതു അബ്നാഇൻ. ഹാമിദുൻ ഇത് എന്ത് ജുംലയാണ്? ഇസ്മിയ. ഇതിലെ മുബ്തദിം ഖബറും എന്താണ്? മുബ്തദിം ഖബറും എന്താണ്? ഹാമിദ് മുബ്തദ. ഖബർ എന്താണ്? ഖബർ ഏതാണ്? ഖബർ ജുംല ഇസ്മിയ ഖബറാണ്. ഓക്കെ. ലഹു അർബഅതു അബ്നാഇൻ. ഓക്കെ. ഹാമിദുൻ മുബ്തദ ലഹു അർബഅതു അബ്നാഇൻ ജുംല ഇസ്മിയ ഖബർ. ഇനി അതിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ലഹു ജാർ മജ്റൂർ ഷിബു ജുംല ഖബർ മുഖദ്ദം, അർബഅതു മുബ്തദ മുഅഖർ, ومضاف أبناء مضاف إليه. അർബഉ അല്ല, അർബഊന് പകരം അർബഅതു വന്നത് എന്താണെന്നും നിങ്ങൾക്കറിയാം. ക്ലിയർ അല്ലേ?
ഹാമിദ് അദ്ദേഹത്തിന് 4 ആൺമക്കളുണ്ടെന്ന് പറയാണ്. ഹാമിദ് ഹി ഹാസ് 4 സൺസ്. ക്ലിയർ ആണോ അത്? ഓക്കെ. ഹും ഹംസത്തു വ ഉസ്മാനു വ അഹ്മദു വ ഇബ്രാഹിമു. നീ പറയൂ. ഇതെല്ലാം മംനു മിന സർഫ് അല്ലേ? ഹംസത്തു. ഹംസത്തു റീസൺ പറയൂ. ഹംസത്തുവിന്റെ കാരണം പറയൂ. ഹംസത്തു അലം വ മുഅന്നസ്. ഉസ്മാനു അലം വ അലം വ എന്താണ്? ആനു. യെസ്. ആനുവിൽ അവസാനിക്കുന്നത്. അഹ്മദു അലിഫ് നൂനാണ്. യെസ്. അഹ്മദു അഹ്മദു എന്താണ് കാരണം? അലം വസ്ന ഫെയിലാണ്. ഓക്കെ. ഇബ്രാഹിമു അലം അജമിയും. അലമിന്റെ 4 കാറ്റഗറി നമ്മൾ കവർ ചെയ്തു അല്ലേ? ഹംസത്തു ഉസ്മാനു അഹ്മദു ഇബ്രാഹിമു ഇതെല്ലാം 2 കാരണങ്ങളാൽ ആയിട്ടുള്ള മംനൂമിന സർഫുകളാണ്. ഓക്കെ. അഹ്മദു വ ഹംസത്തു ത്വാലിബാനി. അഹ്മദു മുബ്തദ ومعطوف وحرف العطف. همزة معطوف له أحمد ആണ്. طالباني خبر. ക്ലിയർ അല്ലേ അത്? വീണ്ടും അഹ്മദും ഹംസത്തു വന്നു. അഹ്മദ് ആൻഡ് ഹംസ ആ സ്റ്റുഡൻസ്. അഹ്മദും ഹംസയും വിദ്യാർത്ഥികളാണെന്ന് പറയാണ്. അഹ്മദു ത്വാലിബുൻ മുജ്തഹിദുൻ വഹംസത്തു ത്വാലിബുൻ കസ്ലാനു. ഖബർ ഇസ് മുസന്ന. യെസ്, കറക്റ്റ് ആണ്. ത്വാലിബാനി ഇവിടെ ഖബർ മുസന്നയാണ് ആൻഡ് മർഫു. ഓക്കെ. ഇത് അടുത്ത സെന്റൻസ് 2 ജുംല ഇസ്മിയ ഹർഫുൽ ആതഫിട്ട് കണക്ട് ചെയ്ത് വന്നേക്കാണ്. അഹ്മദു മുബ്തദ മുബ്തദ ത്വാലിബുൻ ഖബർ وموصوف مجتهد صفة وحرف العطف همزة مبتدأ طالب خبر وموصوف كسلان صفة. ക്ലിയർ ആണോ അത്? ഇതിലെന്തെങ്കിലും ഉണ്ടോ മംനു മിന സർഫ്? അഹ്മദു വീണ്ടും വന്നിട്ടുണ്ട്. ഹംസത്തു ഉണ്ട്, നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. കെസ്ലാനു കാരണം പറയൂ. വസ്ഫ് ഫഅലാനു. യെസ്. അൽഹംദുലില്ലാ. ക്ലിയർ അല്ലേ? അഹ്മദ് ഇസ് എ ഹാർഡ് വർക്കിംഗ് സ്റ്റുഡൻറ് ആൻഡ് ഹംസ ഇസ് എ ലേസി സ്റ്റുഡൻറ്. ക്ലിയർ ആണോ? അഹ്മദ് കഠിനാധ്വാനിയായ ഒരു വിദ്യാർത്ഥിയും ഹംസ ഒരു മടിയനായ വിദ്യാർത്ഥിയുമാണെന്ന് പറയാണ്. ക്ലിയർ? ഖാല യൂസുഫു. ഖാല നമ്മൾ പഠിച്ചിട്ടില്ല ഫെയില്, പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഫെയിലാണ്. ഫെയിൽ മാദിയാണത്. എന്താണ് അതിന്റെ അർത്ഥം? പറഞ്ഞു. യെസ്, സെൻഡ്.
ഹീ സെഡ് എന്നാണ്. കോല അവൻ പറഞ്ഞു. അപ്പൊ അതിന്റെ മുന്നസ് എങ്ങനെ വരും? അവൾ പറഞ്ഞു. കോലറ്റ്. ഓക്കെ. ഇത് ഇറഗുലർ ആയിട്ട് സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന ആ, ഫ ഫ കലിമ, ഐൻ കലിമ, ലാം കലിമ ഓരോ അക്ഷരങ്ങളായിട്ട് നമ്മൾ കാണുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്ന കുറച്ച് ഫെയിലുകളാണ്. അത് ഇൻഷാല്ല നമ്മൾ പിന്നീട് അഡ്വാൻസ് സർഫിൽ ഇതിന്റെ ആം, 14 രൂപങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നമ്മൾ പഠിക്കുകയുള്ളൂ. പക്ഷെ ഇത് നിങ്ങൾ സ്ഥിരം കാണുന്ന ഒരു ഫെയിലാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ അർത്ഥം ഇതൊക്കെ പറഞ്ഞു പോകുന്നതിന് പ്രശ്നമില്ല. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഓക്കെ. ആൻഡ് കോലത്താകുന്നതും നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഇൻഷാല്ല അത് നമുക്ക് പിന്നീട് നമുക്ക് നോക്കാം. ഇപ്പം നമ്മളത് ഫോക്കസ് ചെയ്യുന്നില്ല. ഓക്കെ. എന്റെ ചോദ്യം അപ്പൊ യൂസുഫ് എന്തായിരിക്കും? കോല യൂസുഫു. ഇതൊരു ജുംലയാണോ? ജുംലയാണോ? എന്ത് ജുംല? ജുംല ഫെയിലാണ്. യെസ്, കോല ഫെയിലാണ്. യൂസുഫു ഫായിലാണ്. ക്ലിയർ അല്ലേ? യൂസുഫ് പറഞ്ഞു എന്ന് പറയാണ്. യൂസുഫ് സെഡ് ഐന്ദി ഖംസതു അഖ്ലാമിൻ. ഐന്ദി എന്ത് ജുംലയാണിത്? ഐന്ദി ഖംസതു അഖ്ലാമിൻ. ഐന്ദി എന്താണ്? ഐന്ദി എന്താണ്? ഐന്ദി ഖംസതു അഖ്ലാമിൻ ജുംല ഇസ്മിയാണ്. കറക്റ്റ് ആണ്. ഐന്ദി അനലൈസ് ചെയ്യൂ. ജാറുമ മജ്റൂറോ? ഹർജർ എവിടെ? ഐന്ദി എന്താണെന്നാണ് എന്റെ ചോദ്യം. ഐന്ദ അല്ല. എല്ലാവരും ദർഫ് പറയുന്നു. ഞാൻ ഐന്ദ എന്താണെന്നല്ല ചോദിച്ചത്. ഐന്ദി ആദ്യത്തെ വാക്ക് എന്താണെന്നാണ് ചോദിച്ചത്. അനലൈസ് ചെയ്യുന്നത് എന്തായിട്ടാണ് നിങ്ങൾ വിശകലനം ചെയ്യുന്നത്? നിങ്ങൾ അവിടുന്ന് ഇവിടുന്ന് ബിറ്റ്സും പീസായിട്ടൊക്കെയാണ് പറയുന്നത്. കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് എന്താന്ന് പറയൂ. കുറച്ച് പേര് അത് ഖബർ മുഖദ്ദമ എന്ന് പറയുന്നു. കുറച്ച് പേര് അത് ദർഫ് മുദാഫ് ഇലൈഹി ആണെന്ന് പറയുന്നു. അതെങ്ങനെയാ നിങ്ങൾ അനലൈസ് ചെയ്യുക? എന്താണ് ഐന്ദി? ظرف مضاف إليه. شبه جملة. شبه جملة. خبر مقدم. خمسة مبتدأ مؤخر ومضاف أقلام مضاف إليه. യെസ്, കറക്റ്റ് ആണ്. ഹംസത്തു വന്ന റീസൺ നിങ്ങൾക്ക് അറിയാലോ. ഹംസു വരാതെ ഹംസത്തു വന്നത് എന്തുകൊണ്ടെന്ന്? ഓക്കെ. കലമാണ്. കലം അതിന്റെ മുഫ്രദ് എടുക്കുമ്പോൾ കലമാണ്. കലം മുദക്കറാണ്. സോ അതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ കൊടുക്കുന്നു. ഹംസത്തു. ഐ ഹാവ് 5 പെൻസ്. എനിക്ക് 5 പേനകൾ ഉണ്ടെന്ന് പറയാണ്. ഹാദ ഖലമുൻ അഹ്മറു. ഹാദ മുബ്തദ ഖലമുൻ ഖബർ വ മൗസൂഫ് അഹ്മറു സിഫ. ഇതിലെന്തെങ്കിലും ഉണ്ടോ? മംനു മിന സർഫ് എന്തെങ്കിലും ഉണ്ടോ? അഹ്മറു എന്താണ് കാരണം? വസ്ഫ് അഫാലു പാറ്റേൺ അല്ലേ? രണ്ട് കാരണങ്ങളും പറയണം. നിങ്ങൾ അഫാലു എന്ന് മാത്രം പറഞ്ഞാൽ പറ്റില്ല. വസ്ഫും വസ്ഫും അഫാലു പാറ്റേണും ആണ്. ഇത് ഈ രണ്ട് കാരണങ്ങളാലാണ് അത് മംനു മിന സർഫ് ആയത്. ഓക്കെ. വസ്ഫ് വ
വസ്നു അഫാലു. ഓക്കെ, ഇതെന്താണ് അർത്ഥം? ദിസ് ഇസ് എ റെഡ് പെൻ. ഇതൊരു ചുമന്ന പേനയാണെന്ന് പറയാണ്. അത് തന്നെയാണ് ഈ ബാക്കി കൺസ്ട്രക്ഷൻ കളേഴ്സ് പറയാണ്. ബാക്കി കളേഴ്സ് അസ്റഖു, സോറി, അഖ്ദറു, അസ്വദു, അസ്ഫറു. അസ്റഖു ഏത് കളറാണ്? അസ്റഖു നീലയാണ്, ബ്ലൂ. അഖ്ദറു ഏത് കളറാണ്? ഗ്രീൻ ആണ്, പച്ച. അസ്വദു അറിയാലോ എല്ലാവർക്കും, കറുപ്പാണ്, ബ്ലാക്ക്. അസ്ഫറു മഞ്ഞയാണ്, യെല്ലോ. ഓക്കെ, ബാക്കി കൺസ്ട്രക്ഷൻ എല്ലാം സെയിം ആണ്. അനലൈസ് ചെയ്യണ്ടല്ലോ അത്. ഇതെല്ലാം വസ് വ അഫ്അലു പാറ്റേൺ ആണ്. ക്ലിയർ ആണോ അത്? അൽഹംദുലില്ലാ. ഓക്കെ. ഖാലത്ത് സൈനബു. ഖാലത്ത് ഫെയിലാണ്, സൈനബു ഫായിലാണ്, ജുംല ഇസ്മിയാണ്. സൈനബ് പറഞ്ഞു, സൈനബ് said عندي مناديل كثيرة. عندي ظرف مضاف إليه شبه جملة خبر مقدم، مناديل مبتدأ مؤخر وموصوف، كثيرة صفة. ഓക്കെ, നമ്മൾ മംനു മിന സർഫിലേക്ക് പോകുന്നതിന് മുന്നേ കസീറത്തുൻ വരാനുള്ള കാരണം പറയൂ. കസീറത്തുൻ ത മർബൂത്ത വന്നത് എന്തുകൊണ്ട്? സോറി, ഞാൻ ജുംല ഇസ്മി എന്ന് പറഞ്ഞോ? ഖാലത്ത് സൈനബു ജുംല ഫെയിലിയാണ്, അതാണോ? ആ ഓക്കെ, സോറി സോറി. ഖാലത്ത് സൈനബു ജുംല ഫെയിലിയാണ്, യെസ്, ഫെയിൽ വ ഫായിൽ. ഓക്കെ, ഇത് പറയൂ. കസീറത്തുൻ വരാനുള്ള കാരണം എന്താണ്? ജമ് ഗൈറാക്കിലാണ്. മനാദീലു ജമ് ഗൈറാക്കിലായതുകൊണ്ട് അതിനെ മുഫ്രദ് മുഅന്നസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ടിട്ടാണ് കസീറത്തുൻ വന്നത്. യെസ്, ജമ് ഗൈറാക്കിൽ നിന്ന് തന്നെ പറയണം കേട്ടോ. ഗൈറാക്കിൽ നിന്ന് മാത്രം പറഞ്ഞാൽ പറ്റില്ല, ജമ് ആണ്. ഓർ ഗൈറാക്കിൽ ജമ് തക്സീർ അതൊക്കെ കറക്റ്റ് ആണ്, ജമ് വരണം അവിടെ. ഓക്കെ ഓക്കെ, അൽഹംദുലില്ലാ. മനാദീലു അമ്നുമിന സർഫാണോ? ആണെങ്കിൽ കാരണം. ജമു മുത്തനാഹിയാണ്, അത്രേ ഉള്ളൂ. മഫായിലു പാറ്റേൺ എടുക്കുന്നു, യെസ്, ഒറ്റ കാരണം. هذا أبيض وهذا أصفر وهذا أحمر وهذا أزرق وهذا أخضر. അപ്പോൾ ഐ ഹാവ് മെനി ഹാൻഡ് കർച്ചീഫ്സ് എന്ന് പറയാണ്. എനിക്ക് കുറെ തൂവാലകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ നിറം പറയാണ്. അതെല്ലാം വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞു. അബിയദു എന്താണ്? അത് നമ്മൾ പറഞ്ഞില്ലല്ലോ, നേരത്തെ വന്നില്ലല്ലോ. ഏത് കളറാണ് അബിയദ്? വൈറ്റ് ആണ്, വെള്ള. ബാക്കി കളേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ക്ലിയർ അല്ലേ അത്? വസ്ഫ് അഫാലു പാറ്റേൺ. ക്ലിയർ? ഓക്കെ. قالت لها فاطمة ജുംല ഫെയിലിയ. വീണ്ടും ഖാലത്ത് ഫെയിലാണ്, ലഹ ജാർ മജ്റൂർ എന്താണ്? ജാർ മജ്റൂർ.
എന്താണ് ലഹ? ഷിബു ജുംല ഖബർ മുഖദ്ദമോ? ജുംല ഫെയിലിയലോ? എന്താണ് ലഹ? ജാർ മജ്റൂറാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്താണ് അത്? ഈ ഈ ജുംലയിൽ എന്താണത്? ലഹ ഇദാഫയാണോ? ലഹ എന്നുള്ളത് ജാർ മജ്റൂർ ആണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തിനാണ് നിങ്ങൾ അതിനെ ഇദാഫ എന്ന് വിളിക്കുന്നത്? ലഹ ലീ പ്ലസ് ഹായ് ആണ്. ലീ ഹർഫ് ജർ അല്ലേ? ലഹ ജാർ മജ്റൂർ ആണ്. ഈ ജുംലയിൽ അതെന്താണെന്നാണ് എന്റെ ചോദ്യം. കംപ്ലീറ്റ് ആയിട്ട് പറയൂ. ജാർ വ മജ്റൂർ മുതഅല്ലിഖ് ബിൽ ഫേൽ അല്ലേ? അതിനെയാണ് ഖബർ മുഖദ്ദം എന്നും ഇദാഫ എന്നും ഒക്കെ വിളിച്ചത് നിങ്ങൾ. ഓക്കെ. ഫാത്തിമത്തു ഫായിലാണ്. ഖാലത്ത് ഫേലാണ്. ലഹ ജാർ മജ്റൂർ മുതഅല്ലിഖ് ബിൽ ഫേൽ. ഫാത്തിമത്തു ഫായിൽ. ക്ലിയർ ആണോ? ഇപ്പൊ ഇതെങ്ങനെയാ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? എന്റെ അർത്ഥം എങ്ങനെയാ വരിക? ജുംലയുടെ അർത്ഥം ഒന്ന് പറഞ്ഞേ. ഉം. ഫാത്തിമ സെറ്റ് ടു ഹർ. ഫാത്തിമ അവളോട് പറഞ്ഞു. ആരോട്? സൈനബിനോട് പറഞ്ഞു എന്നാണ്. അവൾ ഫാത്തിമയോട് പറഞ്ഞു എന്നാണോ അതിന്റെ അർത്ഥം വരിക? അതിനാണോ നമ്മൾ ഫാത്തിമത്തുനെ ഫായിൽ നിന്ന് വിളിക്കുന്നത്? ഇതിനാണ് അനാലിസിസ് വളരെ ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായോ? നമ്മൾ എന്തിനാണ് അനലൈസ് ചെയ്ത് കഷ്ടപ്പെട്ടത് പഠിക്കുന്നതെന്ന്? ലഹ മുന്നിൽ വന്നതുകൊണ്ട് അവൾ ആവില്ല. നമ്മൾ പറഞ്ഞു ഫായിലിന് എവിടെയും വരാം. ഫെയിലിന് ശേഷം വരണം എന്നേ ഉള്ളൂ. തൊട്ടു പിന്നാലെ വരണം എന്നില്ല അത് ഫായിലാവണമെങ്കിൽ. അല്ലേ? ആൻഡ് ഇറാബ് നല്ല ക്ലിയർ ആയിട്ട് അത് മർഫു ആയിട്ട് തന്നിട്ടുണ്ട്. ഫായിൽ വാഹിർ മർഫു ആയിരിക്കണം എന്ന് നമ്മൾ പഠിച്ചതല്ലേ? അപ്പൊ കോലത്തിന്റെ ഫായില് ഫാത്തിമത്തു ആണ്. ഫാത്തിമ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിനെ കംപ്ലീറ്റ് ചെയ്യാണ്. കൂടുതൽ വിവരം തരികയാണ് ആ മുത്താലിക്ക് തന്നിട്ട്. ലഹ അവളോട് പറഞ്ഞു എന്ന്. അല്ലാതെ അവൾ ഫാത്തിമയോട് പറഞ്ഞു എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യരുത്. ഷീ സെറ്റ് ടു ഫാത്തിമ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ അത് തെറ്റാണ്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഫാത്തിമ സൈനബിനോട് പറഞ്ഞു, അല്ലെങ്കിൽ ചോദിക്കുകയാണ്. ചോദ്യമാണ് ഐന്ദക മിൻദീലുൻ അസ്വദു. ഹർഫുൽ ഇസ്തിഫാം. ഐന്ദക ظرف മുദാഫ് ഇലൈഹി. മിൻദീലുൻ ഇസ്മാണ്, മൗസൂഫാണ്. അസ്വദു സിഫയാണ്. ആൻഡ് അസ്വദു വീണ്ടും മംനൂ മിന സർഫാണ്. വസ്ഫ അഫ്ആലു. ഡു യു ഹാവ് എ ബ്ലാക്ക് ഹാൻഡ് കർച്ചീഫ് എന്ന് ചോദിക്കാണ്.
നിനക്ക് കറുത്ത തൂവാല ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ക്ലിയർ ആണോ അത്? قالت, she said, അവൾ പറഞ്ഞു. ഫെയിൽ ഫായിലാണ്. لا ما عندي منديل أسود. لا حرف جواب. ما عندي منديل أسود. ഇത് നമ്മൾ പഠിച്ചതാണ്. എന്താണ് മാ? ഇതെന്ത് ജുംലയാണ്? എന്ത് ജുംലയാണ്? മാ എന്താണ്? ജുംല ഫെയിലിയാണോ അത്? അവിടെ നിങ്ങൾ എവിടെയാ ഫെയില് കാണുന്നത്? ജുംല ഇസ്മിയാണ്. മാ എന്താണ്? യെസ്, ഹർഫ് നഫിയാണ്. നഫിയാക്കാൻ ഉപയോഗിക്കുന്ന ഹർഫാണ്, നെഗേറ്റ് ചെയ്യാൻ. عندي ظرف مضاف إليه شبه جملة خبر مقدم منديل مبتدأ مؤخر وموصوف أسود صفة. أنا أسود വീണ്ടും ممنوع من الصرف وصف وأفعل. clear ആണോ? No, I do not have a black handkerchief. ഇല്ല, എൻ്റെ കറുത്ത handkerchief ഇല്ല. ക്ലിയർ ആണോ? قالت, sorry, قال طلحة. قال ഫെയിലാണ്, طلحة ഫായിലാണ്. ക്ലിയർ ആണോ? طلحة എന്താണ്? പറയൂ. തൽഹത്തു മംനു മിന സർഫാണ്, ഫായിലാണ്. യെസ്, മംനു മിന സർഫാണ്. കാരണങ്ങൾ പറയൂ. അലം വ മുഅന്നസ്. നിങ്ങൾ മംനു മിന സർഫാണെന്ന് പറയുകയാണെങ്കിൽ സ്ട്രെയിറ്റ് അതിന്റെ കാരണം പറയണം കേട്ടോ. കാരണം അല്ലെങ്കിൽ കാരണങ്ങൾ. ഓക്കെ, അപ്പൊ തൊൽഹ പറഞ്ഞു. തൊൽഹ സെഡ് عندي مفاتيح كثيرة. عندي ظرف مضاف إليه شبه جملة خبر مقدم مفاتيح مبتدا مؤخر وموصوف كثيرة صفة. ഇതേപോലത്തെ ജുംല നേരത്തെ വന്നതാണ്. മഫാത്തിഹു ജമ ഗൈറാക്കിലായതുകൊണ്ടാണ് കസീറത്തുൻ വന്നത്. മഫാത്തിഹു എന്താണ്? മംനു മിന സർഫ്. സബബ് എന്താണ്? കാരണം എന്താണ്? ജമ മുതനാഹി. മഫാഇലു പാറ്റേൺ. ഓക്കെ, ഐ ഹാവ് മെനി കീസ് എന്ന് പറയാണ്. താക്കോലുകൾ ഉണ്ട് എന്ന് പറയാണ്. എൻ്റെ കുറെ താക്കോലുകളുണ്ട് എൻ്റെ, അല്ലെങ്കിൽ എനിക്ക് കുറെ താക്കോലുകളുണ്ട്. هذا مفتاح الغرفة وهذا مفتاح الحقيبة وهذا مفتاح سوري وهذا مفتاح السيارة. ഇതൊക്കെ ജുംല നിങ്ങൾക്ക് പരിചയമുള്ള ജുംലയല്ലേ? هذا مبتدا مفتاح خبر ومضاف الغرفة مضاف إليه. സെയിം കൺസ്ട്രക്ഷൻ ആണ് ബാക്കിയുള്ളത്. ദിസ് ഇസ് ദ കീ ഓഫ് ദ റൂം. റൂമിന്റെ താക്കോലാണെന്ന് പറയാണ്. ആൻഡ് ദിസ് ഇസ് ദ എന്താണ്, ബാഗ്സ് കീ, അല്ലെങ്കിൽ കീ ഓഫ് ദ ബാഗ്. ദ ബാഗിന്റെ താക്കോലാന്ന് പറയാണ്. വഹാദ മിഫ്താഹു സയ്യാറത്തി, ആൻഡ് ദിസ് ഇസ് ദ കാസ് കീ. ഇത് കാറിന്റെ താക്കോലാണെന്ന് പറയാണ്. ക്ലിയർ അല്ലേ? അതിനകത്തൊന്നും മംനു മിന സർഫ് ഇല്ല. ക്ലിയർ? قال സുഫിയാനു. قال ഫെയിൽ, സുഫിയാനു ഫായിൽ. ആൻഡ് സുഫിയാനു എന്താണ്? ഇങ്ങനെയാണോ നിങ്ങൾ മംനു മിന സർഫ് പറയുന്നത്? അലം വ അനു. ആ, എൻഡിങ് ഇൻ അനു അല്ലെങ്കിൽ തൻതഹി ഫി ആൻ, അല്ലെങ്കിൽ അനു എന്ന് പറഞ്ഞാലും മതി. ഓക്കെ. അജമിയോ? അനു വന്നു. അനു എന്ത് ചെയ്ത് കഴിയുമ്പോൾ അനു പാറ്റേൺ എടുത്താൽ മതി നിങ്ങൾ. ഓക്കെ. ഓക്കെ. ഫി ബലദിന മസാജിദു വ മദാരിസു കസീറത്തുൻ.
في بلدي جار مجرور شبه جملة خبر مقدم بلدي مضاف نا مضاف إليه مساجد مبتدأ مؤخر ومعطوف وحرف العطف مدارس معطوف على مساجد and كثيرة എങ്ങനെയാണ് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത് കസീറത്തുന്ന നിങ്ങൾ എങ്ങനെ കണക്ട് ചെയ്യും എന്തിന്റെ സിഫ എന്തിന്റെ സിഫയാണ് അതെ മസാജിദിന്റെ സിഫയാണ് ഓക്കെ അത് തന്നെ മദാരിസിന്റെ സിഫയാകും കാരണം മാത്തൂഫ് മാത്തൂഫ് അലയാണ് ഓക്കെ സോ മസാജിദു മൗസൂഫും കൂടെയാണ് മൗത്തൂഫ് മൗസൂഫ് ഓക്കെ യെസ് രണ്ടിന്റെയും സിഫയാണ് ഇൻ ആർ കൺട്രി ദർ ആർ മെനി മോസ്ക്സ് ആൻഡ് സ്കൂൾസ് എൻ്റെ രാജ്യത്ത് കുറേ സ്കൂളുകളും പള്ളികളും ഉണ്ടെന്ന് പറയാണ് അല്ലെങ്കിൽ പള്ളികളും സ്കൂളുകളും ഉണ്ടെന്ന് പറയാണ് ഇവിടെ വീണ്ടും മസാജിദു മദാരിസു എന്താണ് സംഭവം മംനൂ മിന സർഫ് ജമ ജമ മുത്തനാഹിയാണ് യെസ് مفاعل pattern وفنادق قليلة وحرف العطف فنادق معطوف على مساجد ആണ് മൗസൂഫാണ് ഖലീലത്തുൻ സിഫയാണ് ആൻഡ് കസീറത്തുനും ഖലീലത്തുനും ഒക്കെ വരാനുള്ള കാരണം ജമ ഗൈറാക്കിലാണ് ഫനാദിക്കും സെയിം റീസൺ ക്ലിയർ അല്ലേ ജമ മുത്തനാഹി ഓക്കെ هؤلاء أطباء حرف الاستفهام هؤلاء اسم الإشارة أطباء اسമാണ് എന്ത് isമാണ് ജമ തക്സീറാണ് ഓക്കെ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ അതിബാഉനെ കുറിച്ച് മംനൂ മിന സർഫ് ആണെങ്കിൽ കാരണം പറയൂ അലിഫ് മംദൂദ യെസ് ക്ലിയർ ആണോ പലയിടത്തും നിങ്ങൾക്ക് വാക്കാലെ ആ വാക്ക് അതിന്റെ കൺസ്ട്രക്ഷൻ കൊണ്ട് ഫെമിനിൻ ആവുക അല്ലെങ്കിൽ മുഅന്നസ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷെ ആ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് മുദക്കറായിട്ടാണ് അതിപ്പോ ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പൊ തൊൽഹത്തു ആ വാക്കുകൊണ്ട് അത് എന്താണ് ആ വാക്കുകൊണ്ട് എന്താണ് കൺസ്ട്രക്ഷൻ വൈസ് അതെന്താണ് മുഅന്നസ് ആണ് പക്ഷെ അത് ഉപയോഗിക്കുന്നത് മുദക്കറിനാണ് ഓക്കെ
അതുകൊണ്ട് തന്നെയാണ് മുദക്കർ അങ്ങനെ നമുക്കിപ്പോ തൊൽഹത്തു വേർഡ് കൊണ്ട് അല്ലെങ്കിൽ അത് റൈറ്റിംഗ് കൊണ്ട് അത് മുഅന്നസ് ആണെങ്കിലും അത് മേലായതുകൊണ്ടാണ് അല്ലെങ്കിൽ മുദക്കർ ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഫേല് കാലയായത്, കാലത്തിന് പകരം. അത് ക്ലിയർ അല്ലേ? അങ്ങനത്തെ കുറച്ച് ഡിഫറൻസ് നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇനി പോകെ പോകെ. ഓക്കെ, ക്ലിയർ അല്ലേ അത്? ഓക്കെ. ലാ ഹും മുദരിസൂന വഹും ഉലമാഉ കിബാറുൻ. لا حرف جواب، هم مبتدا مدرسون خبر، وحرف العطف هم مبتدا علماء خبر وموصوف كبار صفة. No they are doctors ആണോ എന്നാണ് ചോദിച്ചത്. സോ no they are teachers and they are എന്താണ് big scholars. അല്ല അവർ അധ്യാപകരാണ്, അവർ വലിയ എന്താണ് വലിയ പണ്ഡിതന്മാരാണ്. ക്ലിയർ ആണോ അത്? ഇതിൽ ഏതാണുള്ളത്? ഇതിൽ എന്തെങ്കിലും ഉണ്ടോ ഈ ജുംലയില് അല്ലെങ്കിൽ ഈ സെന്റൻസിൽ? ഓക്കെ, കാരണം പറയൂ. ഉലമാ ഉ റീസൺ പറയൂ. അത്തിബ ഉ നിങ്ങൾ മംദൂദ എന്ന് പറഞ്ഞു പോയതല്ലാതെ കറക്റ്റ് റീസൺ പറയണേ. എങ്ങനെയാണ് പറയാ? അത്തിബ ഉ ഉലമാ ഉ ഒക്കെ എങ്ങനെയാണ് മംനുമിന സർഫായത്? ഓക്കെ, അലിഫ് മംദൂദ. ഈ ഒരു നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ കാറ്റഗറി അലിഫ് താനീസ് ആണ്. ഓക്കെ, നിങ്ങൾ ഈ ബുക്കിൽ നിങ്ങൾ പഠിച്ചതനുസരിച്ച് ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞു എന്ന് തോന്നുന്നു. ഇതിനെ നിങ്ങൾ എന്താണ് ഈ നാല് കാറ്റഗറി ഈ പേജിൽ നെക്സ്റ്റ് പേജിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി തുടക്കത്തിൽ അത് പറഞ്ഞു പോയിട്ടുണ്ട്. മഫായിലു മഫായിലു ആൻഡ് ഈ പാറ്റേൺസും ജമ്മ തക്സീറിൻ്റെത് അങ്ങനെ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. അപ്പൊ ജമ്മ തക്സീർ ഈ പാറ്റേൺസ് വരും, അഫ്ഇല ഉ പാറ്റേണും ഫല ഉ പാറ്റേൺ വരുന്നതും അങ്ങനെ തന്നെ മംനു മിന സർഫായിട്ട് ആ പ്ലൂറലിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം, കൂടുതൽ കൺഫ്യൂഷൻ എന്തെങ്കിലും ആവുകയാണെങ്കിൽ. ഓക്കെ ഓക്കെ, അൽഹംദുലില്ലാ. ബേസിക്കലി ലെസൺ കഴിഞ്ഞു. ഈ പേജ് നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയതുകൊണ്ട് ഞാനിത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഈ പേജ് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? നമ്മൾ ഈ രീതിക്കല്ല പഠിച്ചത്, നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടാണ് പഠിച്ചു വെച്ചേക്കുന്നത്. ക്ലിയർ ആണോ? ഇനി ഇതിന്റെ എക്സസൈസ് വളരെ സിമ്പിൾ ആണ്. ഇതിൽ ഏതാണ് മംനുമിന സർഫ് ഏതാണ് അല്ലാത്തതെന്ന് മനസ്സിലാക്കുക. മംനുമിന സർഫ് ആണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണം പറയാം. ഓക്കെ, ഇതില് ഫസ്റ്റില് ഏതാ ഉള്ളതെന്ന് പറയൂ. ഫസ്റ്റ് ലൈനിൽ മംനുമിന സർഫ് ഉണ്ടോ? ഈ ഫസ്റ്റ് ലൈനിൽ മംനുമിന സർഫ് ഉണ്ടോ? ഓക്കെ, ഏതൊക്കെയാണ്? മറിയമു. ഓക്കെ, മറിയമു എന്താണ്? മറിയമു, ഫാത്തിമത്തു, ഹംസത്തു, ഇതൊക്കെ എന്താണ്? ഓക്കെ, അലം മുഅന്നസ് ആണ്. മസാജിദു എന്താണ്?
മനാദീലു. ജമ മുത്തനാഹിയാണ്. ഓക്കെ. സുമല വീണ്ടും വന്നിട്ടുണ്ട്. സുഫിയാനു എന്താണ്? ലന്തനു, സോറി, ലന്തനു വന്നു. ലന്തനു എന്താണ്? ലന്തനു ഏത് കാറ്റഗറിയാണ്? അലം വ ലണ്ടൻ. അലം വ അജമിയുനാണ്. യെസ്. സുഫിയാനു അലം വ ആനു ആണ്. പിന്നെ അഹ്മദു എന്താണ്? അഹ്മദു അലം വ ഫേൽ. അഫ്അലു എന്ന് പഠിച്ചു വെക്കല്ലേ, ഫെയിലാണ്. അലമിന്റെ കാറ്റഗറിയിൽ നിങ്ങൾ അഫാലു കാണുമ്പോൾ അതിനെ ഫെയിലിന്റെ പാറ്റേൺ എന്നുള്ള രീതിയിൽ തന്നെ പറയണേ. അതേസമയം വസ്ഫിന്റെ കാറ്റഗറിയിൽ അഫാലു ആണ്. അഹ്മറു അല്ലെങ്കിൽ അക്ബറു എന്ന് പറയുന്നത് അഫാലു പാറ്റേൺ തന്നെയാണ്. ഇത് നിങ്ങൾ ഫെയിലിന്റെ പാറ്റേണിൽ വരുന്ന പേരുകൾ തന്നെ പഠിച്ചു വെച്ചോളൂ. ഓക്കെ. ഇബ്രാഹിമു നോൺ അറബിക്കോ? കറക്റ്റ് ആയിട്ട് ഇതിൽ പറയൂ, അറബിയിൽ പറയൂ. അലം വ ആജമിയുൻ. ഓക്കെ. മക്കത്തു. യെസ്, അലമോ മുഅന്നസ് എന്ന് പറയാം. യെസ്, കറക്റ്റ് ആണ്. ഇനി ബാക്കി നിങ്ങൾ ചെയ്യില്ലേ? ഇതെല്ലാം നമ്മൾ പഠിച്ചു പോയതാണ്. ഓക്കെ അല്ലേ? ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ മതി. ഇൻഷാ അല്ലാ. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ ലാസ്റ്റ് ന്യൂ വേർഡ്സ് വന്നതാണ്. ഫിൻജാനു, ഫനാജീന് എന്താണ് മീനിങ്? അർത്ഥം എന്താണ്? ഓക്കെ, അപ്പൊ പഠിച്ചതല്ലേ? പറയൂ, അതിന്റെ അർത്ഥം എന്താണ്? വിങ്സോ? കപ്പാണ്, കപ്സ് ആണത്. മിന്തിയിൽ മനാദിയില് ഹാൻഡ് കർച്ചീഫ് ആണ്. തൂവാല, മദ്രസ നിങ്ങൾക്കറിയാം. മിഫ്താഹ് നിങ്ങൾക്കറിയാം. മസ്ജിദ് അറിയാം. ദഖീഖത്തുൻ അല്ലെങ്കിൽ അദ്ദഖീഖത്തു, ദഖായിഖു എന്താണ് സംഭവം? മിനിറ്റ്സ് ആണ്. യെസ്, മിനിറ്റുകൾ ആണ്. കോല, കോലത്ത് നമ്മൾ പറഞ്ഞു. ഹാൻഡ് കളേഴ്സും നമ്മൾ പറഞ്ഞു. ക്ലിയർ അല്ലേ? അൽഹംദുലില്ലാ. ഇനി അടുത്ത ലെസൺ നമ്മൾ ഇറാബ് ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാറ്റഗറീസ് പറയാൻ നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ കാരണങ്ങൾ പറയാൻ നിങ്ങൾക്ക് അറിയാം. ഇനിയിപ്പോൾ നമ്മൾ നിയമങ്ങൾ ഒന്നും കൂടെ നിങ്ങൾ ഇറാബ് പഠിച്ചിട്ട് വായോ, ഇൻഷാ അല്ലാ റിവൈസ് ചെയ്തിട്ട് വായോ. അടുത്ത ലെസൺ ഇറാബ് ബേസ് ചെയ്തിട്ടുള്ള റൂൾസ് അപ്ലൈ ചെയ്തിട്ടുള്ളതാണ് ഇൻഷാ അല്ലാ. ക്ലിയർ? അതിൻ്റെ ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ നിങ്ങൾ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ കമൻസിലോ ചോദിക്കാം ഇൻഷാ അല്ലാ. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഇൻഷാ അല്ലാ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണേ. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين. جزاكم الله خيرا. بارك الله فيكم. السلام عليكم ورحمة الله وبركاته.